എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇതുണ്ട് നമ്മുടെ പനിനീർ റോസാണ്. നല്ല കട്ട കുത്തിയാണ്, നിറയെ മൊട്ടുമുണ്ട്. ഇത് വള്ളി പോലെ പോകുന്ന റോസാണ് കേട്ടോ. അപ്പം ഞാൻ വട്ടത്തിൽ വെട്ടി വിട്ടേക്കുവാണ്. അതിലെല്ലാം നിറയെ മൊട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പം നല്ല ഇത് മൊത്തം പൂത്ത് നിന്ന് കഴിഞ്ഞ് ഞാൻ കാണിക്കാം നിങ്ങളെ കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മുടെ റോസയിൽ നല്ലവണ്ണം കട്ട കുത്തി പൂക്കൾ ഉണ്ടാവാനായിട്ട് നമുക്ക് ഒരുപാട് ഫെർട്ടിലൈസർ ഞാൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ പോയി കണ്ടെന്ന് വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇത് നല്ല ഭംഗിയുള്ളൊരു റോസാണ്. റോസിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. എല്ലാം ഇഷ്ടം കൊണ്ട് വാങ്ങിച്ചു വെക്കുന്നതാണ്. അപ്പോൾ പേരൊന്നും ഞാൻ നോക്കാറില്ല. നമ്മുടെ പരിചരണമാണ് ആവശ്യം. പരിചരണം ഉണ്ടായിട്ട് അത് റോസയിൽ പൂക്കൾ ഉണ്ടായാലല്ലേ ഉള്ളൂ നമുക്ക് കാണാനൊരു രസമുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമാണ് നേഴ്സറിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന റോസ പോയാലല്ലേ. അപ്പോൾ ഇത് എൻ്റെ പുതിയ റോസ ഞാൻ നിങ്ങൾക്ക് നട്ടുപിടിപ്പിച്ച വീഡിയോസൊക്കെ കാണിച്ചതാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു റോസാപ്പൂവാണ്. 2 ഷെയ്ഡായിട്ട് വരും. ഒരു ലൈറ്റ് ഷെയ്ഡും ഒരു വൈറ്റ് കളറും ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. നല്ല രസമാണ് ആ പൂ കാണാനായിട്ട്. ഇത് മഞ്ഞ റോസാണ്. അപ്പോൾ അങ്ങനെ റോസയിലൊക്കെ ഇഷ്ടംപോലെ പൂക്കളുണ്ട്. അപ്പം നമ്മുടെ റോസയിൽ ഇതുപോലെ പൂക്കൾ വരാനായിട്ട് നമ്മൾ നല്ല ഫെർട്ടിലൈസറും അതുപോലെ തന്നെ നല്ല നല്ല സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. പിന്നെ നമ്മുടെ റോസ ഒന്ന് ഇതുപോലെ കരിഞ്ഞു തുടങ്ങുന്ന ഒരു സമയത്ത്, പൂക്കളൊക്കെ കരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം, മിക്കവർക്കും അറിയാം. പക്ഷേ അറിയാത്തവരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പറയുന്നത് കേട്ടോ. അപ്പം നിറയെ ഇതൊരു വെള്ള റോസാണ്. നല്ല രസമാണ് ഈ റോസാപ്പൂ കാണാനായിട്ട്. അപ്പം ഒരു സന്ധ്യ സമയം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഈ റോസാപ്പൂ വെള്ള നിറത്തിലുള്ള പൂക്കൾക്ക് കൂടുതൽ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് കരിഞ്ഞ ഉടനെ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് നല്ല പൂക്കൾ ഇരട്ടി ഉണ്ടാവണമെങ്കിൽ നമ്മളിതുപോലെ ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ആ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് മഞ്ഞൾപ്പൊടി കുഴച്ചിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. നല്ല റിസൾട്ടാണ്. അതുപോലെ തന്നെ കട്ട് ചെയ്ത ഭാഗത്ത് സാബും വേണമെങ്കിൽ തേച്ച് കൊടുക്കാം, കുഴമ്പ് രൂപത്തിലാക്കി. അപ്പം നമ്മുടെ ആ റോസയുടെ മുരടിപ്പും അതുപോലെ തന്നെ മഞ്ഞളിപ്പ്, ബ്ലാക്ക് സ്പോട്ട് ഡിസീസ് ഇതൊക്കെ മാറി ആ റോസാ ചെടിയിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു സൊല്യൂഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിനായിട്ട് തന്നെ 1 കപ്പ് വെള്ളം അടുപ്പിൽ വെച്ചിട്ട് ഒരു 3-4 പട്ട കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ തേയിലപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. നമ്മുടെ ഈ ഒരു പട്ടയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ തേയിലപ്പൊടി നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ ചെടികൾക്ക് പൂക്കൾ ഉണ്ടാവാനായിട്ട്. ഒരുപാട് നമ്മുടെ തേയിലപ്പൊടി ചേർത്ത് ഒരുപാട് വളങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കണം. നല്ലപോലെ കട്ട് അങ്ങോട്ട് നന്നായിട്ട് എല്ലാ കണ്ടൻറ്റും അതിനകത്ത് ഇറങ്ങി കിട്ടണം. 5 മിനിറ്റ് തീ കുറച്ച് വെച്ച് തിളപ്പിക്കുക. എന്നിട്ട് അതായത് തിളച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ച് വെക്കുക കേട്ടോ. ഇത് നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുത്തിട്ട് ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. അതിനകത്തേക്ക് പ്രാണികൾ കിടക്കാതെ മാത്രം സൂക്ഷിച്ചാൽ മതി കേട്ടോ. അരിച്ചെടുത്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് എടുത്തു വെക്കാം. എന്നിട്ട് അതിരിക്കും തോറും നല്ല വീര്യം കൂടി വരും. അപ്പോഴത്തേനും നമ്മൾ അതിൽ നിന്ന് 5 മില്ലിയാണ്, അതായത് ഇപ്പം നമ്മൾ അരിച്ചെടുത്ത് കുപ്പിയിൽ വെച്ചിട്ട് 1-2 ആഴ്ച കഴിഞ്ഞാൽ എടുക്കുന്നതെങ്കിൽ നമ്മൾ 5 മില്ലിയിൽ 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ നമുക്കിപ്പം വേണമെങ്കിൽ ഈ ഒരു ഇതിൻ്റെ കൂടെ ഇപ്പം തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇരുന്ന് കഴിഞ്ഞാലാണ് കൂടുതൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിപ്പോൾ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ വെള്ളം കൊണ്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെടികളുടെ ചോട്ടിൽ വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തണുത്തതിന് ശേഷം മാത്രമേ വെള്ളം ഡൈല്യൂട്ട് ചെയ്യാവുള്ളൂ. എന്നിട്ട് വേണമെങ്കിൽ അതുപോലെ തന്നെ ഇത് സ്പ്രേ ബോട്ടിലിനകത്താക്കി സ്പ്രേ ചെയ്തും കൊടുക്കാം. 2 രീതിയിൽ കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുക്കുക, ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ രാവിലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് ഉപയോഗിക്കാം. ഇത് നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ ചെടികളിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവാനായിട്ടും മൊട്ടുകൾ കരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് ആ പ്രശ്നം പരിഹരിക്കാനായിട്ടും അതുപോലെ റോസയുടെ എന്തെല്ലാം പ്രശ്നമുണ്ടോ അതെല്ലാം പരിഹരിക്കും. ഇത് റോസയ്ക്ക് മാത്രമല്ല കേട്ടോ, ഇൻഡോർ പ്ലാന്റ്സിനും അതുപോലെ തന്നെ 10 മണി ചെടികളിൽ ഉണ്ടാകുന്ന പുഴുശല്യവും പ്രാണികളുടെ ശല്യവും ഒക്കെ മാറാനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആ ഒരു ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. മുരടിപ്പൊക്കെയുള്ള ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതെല്ലാം മാറിക്കിട്ടും. അതുപോലെ തന്നെ റോസയിൽ ഉണ്ടാകുന്ന മുരടിപ്പ്, ബ്ലാക്ക് സ്പോട്ട് ഡിസീസും ഒക്കെ മാറി ആ ചെടി നല്ല ഹെൽത്തി ആയിട്ട് പുതിയ തളിർപ്പുകളും പൂമുട്ടുകളും നിറയാനായിട്ട് വളരെയധികം സഹായിക്കുന്ന നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ പോയി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റോസയിലും ഇതുപോലെ നല്ലവണ്ണം ഒരു സ്റ്റെമിൽ നിന്ന് തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കും. അപ്പോൾ
എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന കുറേ പേരുണ്ട്. അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ റോസയുടെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്. സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിൽ ചെയ്യാൻ മറക്കല്ലേ.